ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വേറൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ അലമാരയുടെ അടുത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഒരു ചെറിയ മിററും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു 2-3 സ്റ്റാൻഡുകളൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മടിയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ മടി പിടിച്ചിരിക്കുമ്പോൾ ഇന്ന് തോന്നിയതാണ് ഇത് ക്ലീൻ ചെയ്യാന്നുള്ള കാര്യം. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മടി പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം വൃത്തിയാക്കുക, നിങ്ങളുടെ മടി മാറിക്കിട്ടും. ആ ഏരിയ ക്ലീൻ ചെയ്ത് അവിടെ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതായിട്ടുള്ള നിറച്ച സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പെറുക്കി മാറ്റിയെടുത്തു. പിന്നെ വീഡിയോ എടുക്കണത് ലച്ചുകുട്ടിയാണ്. അവൾ എന്നെ നോക്കിയിട്ട് ഹായ് പറയമ്മേ, ഹായ് പറയും, ഫോണിലേക്ക് നോക്കമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓരോ സാധനങ്ങളും പെറുക്കി മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ കാണാതെയായി പോയ ഒരു ഇയറിങ്ങും കിട്ടി. എനിക്ക് സന്തോഷമായി. പിന്നെ കുറേ മേക്കപ്പ് സാധനങ്ങൾ നോക്കിയിട്ട് കിട്ടാതിരുന്നായിരുന്നത് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ തുണി നനച്ചിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ. ആദ്യം തന്നെ തുടച്ചത് മിററാണ്. കുറേ നാളായിട്ട് തുടയ്ക്കാത്തതുകൊണ്ട് നിറച്ച് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടൊക്കെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ തന്നെ എടുത്ത് ഒട്ടിച്ച് വെച്ചുകൊണ്ട് പൊട്ടിൻ്റെ പശയൊക്കെ പിടിച്ചിട്ട് ചെറിയ കുത്തു പോലെ പശ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. പിന്നെ മിററിൻ്റെ സൈഡിലുള്ള കുട്ടി സ്റ്റാൻഡുകളും തുടച്ച് വൃത്തിയാക്കി. കുറേ നാളായിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും തുടയ്ക്കാത്തത്, അതുകൊണ്ട് നിറച്ച് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. മിററിൻ്റെ താഴെയുള്ള സ്പേസിലും ഇതുപോലെ തന്നെ പൊട്ടൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ പശയായിരുന്നു. അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ട അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കാതിരിക്കുക, അത് മാത്രമാണ് പറയാനുള്ളൂ. പിന്നെ ആ സ്പേസിൻ്റെ അടിയിൽ ഒരു കബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കബോർഡിൻ്റെ ഡോറും ആ ട്രോയൊക്കെ ഞാൻ നന്നായി തുടച്ച് വൃത്തിയാക്കി. അതിൻ്റെ ഒന്നും ഡോറ് തുടയ്ക്കാത്തതുകൊണ്ട് അവിടെയൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ എനിക്ക് അവിടെ നല്ല ക്ലീൻ ചെയ്ത് നല്ലൊരു കളറായ പോലെ തോന്നി. പിന്നെ അലമാരയുടെ ഡോറും തുടച്ച് വൃത്തിയാക്കി. അതുമ്മലും നിറച്ച് പൊടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വേഗം പൊടി പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കണം, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ റൂമിൻ്റെ ഡോറും ഒന്ന് തുണി നനച്ച് തുടച്ച് വൃത്തിയാക്കി. അതിലും ഇങ്ങനെ പൊടി പിടിച്ചിട്ട് കാണാണ്ടായിരുന്നു. തുടച്ച് വൃത്തിയാക്കി പിന്നെ നല്ല കളറായി. എൻ്റെ സ്റ്റാൻഡിൽ നിന്നൊക്കെ പെറുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ വേണ്ടത് മുഴുവനും ഞാൻ തിരഞ്ഞെടുത്തിട്ട് അവിടെ തിരിച്ചു വെച്ചു. ബാക്കി വേണ്ടാത്ത സാധനം മുഴുവനും ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പോൾ നോക്കിയാൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ആദ്യം നിരന്ന സാധനങ്ങൾ ഇരിക്കുമായിരുന്നു. പിന്നെ മിഠായിയുടെ കൂടെ കിട്ടുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് അത് പോവാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണ വൈപ്പ് എടുത്തിട്ട് നന്നായി തുടച്ച് കൊടുത്തു. എന്നിട്ടാണ് അത് കളഞ്ഞത്. അതിന് ഞാൻ കുറേ സമയമെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ